ക്യൂ ക്രിസിന്റെ കഫേയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. പോകുന്നതിനിടയിൽ പീറ്റ് എവിടെയാണുള്ളതെന്ന് നിനക്കറിയില്ല എന്ന് ക്യൂ അവനോട് ചോദിക്കുന്നുണ്ട്. അവൻ തിരിച്ചു വരണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത് എന്നാണ് ക്രിസ് അവളോട് തിരിച്ചു ചോദിക്കുന്നത്. അവന്റെ അച്ഛൻ അവനെ കാത്തിരിക്കുവാണ്. അവൻ തിരിച്ചു പോയില്ലെങ്കിൽ ഞാൻ കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്ന കുറ്റബോധം എന്നെ വിട്ടു പോകില്ല എന്നവൾ പറയുമ്പോൾ ക്രിസ് ഒന്നും പറയുന്നില്ല. നിനക്കറിയില്ല എന്ന് എന്നോട് കള്ളം പറയണ്ട, കാരണം പീറ്റ് എവിടെയാണെന്ന് നിനക്കറിയാമെന്ന് ക്യൂ പറയുമ്പോഴും അവൻ എവിടെയുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അത് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചെയ്യുന്ന ചതിയാകും. പീറ്റിന്റെ അച്ഛനോട് അവനെക്കുറിച്ച് വറീഡാക്കണ്ട എന്ന് പറഞ്ഞേക്ക്. ഒരു ദിവസം അവൻ തന്നെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് തിരിച്ചു വരുമെന്നാണ് ക്രിസ് അവളോട് പറയുന്നത്. അതുപോലെ നീ കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്ന് നീ സ്വയം കുറ്റപ്പെടുത്തേണ്ട. പകരം പീറ്റിന്റെ സ്ഥാനത്ത് നിന്ന് അവന്റെ അച്ഛനെ നന്നായി നോക്ക്. അതാണിപ്പോൾ നിനക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് അവൻ പറയുമ്പോൾ ക്യൂവും അത് ശരിവെക്കുവാണ്. അവള് പോയ ശേഷം ക്രിസ് ചായ അയച്ചു കൊടുത്ത അവളുടെയും പീറ്റിന്റെയും ഫോട്ടോസ് എടുത്ത് നോക്കുവാണ്. അത് കാണുമ്പോൾ അവനാകെ വിഷമമാകുന്നുണ്ട്. പിറ്റേ ദിവസം ക്യൂ ക്രിസിനോട് കുറച്ച് ദിവസത്തേക്ക് അവൾക്ക് ലീവ് വേണമെന്ന് പറയുന്നുണ്ട്. എന്തിനാണെന്ന് അവൻ ചോദിക്കുന്നുണ്ടെങ്കിലും അവളൊന്നും പറയാതെ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയം ചായ യൂണിവേഴ്സിറ്റി നോട്ടീസ് ബോർഡിൽ നോക്കുമ്പോൾ അതിൽ ക്യൂവിന്റെ ഫോട്ടോ കാണുന്നതും അവളാകെ ഷോക്ക് ആകുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ കൊറിയയിലെ ഈ യൂണിവേഴ്സിറ്റിക്ക് മറ്റു രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളുമായി ഒരു കണക്ഷൻ ഉണ്ട്. അതിന്റെ ഭാഗമായി മറ്റു രാജ്യങ്ങളിലെ കുട്ടികളെ അവരുടെ കൊറിയൻ കൾച്ചർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരും. അതുപോലെ തന്നെ ഇവിടെ നിന്നും അവർ തിരിച്ച് കുട്ടികളെ അയക്കാറുണ്ട്. കുറച്ച് ദിവസത്തേക്ക് മാത്രമാണെങ്കിലും ഒരു തരം ഇന്റർനാഷണൽ ട്രിപ്പാണിത്. തായ്ലാന്റിൽ നിന്നും അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ക്യൂവിനെയാണ്. ഇവിടെ തന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്ന് ചായ പെറുപിറുത്തോണ്ടിരിക്കുമ്പോഴാണ് പീറ്റ് അവിടേക്ക് വരുന്നത്. അവനെ കാണുന്നതും പീറ്റ് ആ നോട്ടീസ് ബോർഡ് കാണാതിരിക്കാൻ വേണ്ടി നമുക്ക് പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് അവൾ അവനെ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകുവാണ്. ക്രിസിന്റെ കഫേയിൽ വന്ന് നോക്കുമ്പോൾ അവന്റെ കഫേ പൂട്ടിക്കിടക്കുവാവും. അവൻ ഫോൺ വിളിക്കുന്നുണ്ടെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് കാണിക്കുന്നത്. ഇതേ സമയം ക്യൂ കൊറിയയിലെത്തിയിട്ടുണ്ടാകും. എത്തിയ പാടെ അവളൊരു റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ കയറുന്നുണ്ട്. അവിടേക്കാണ് ചായ അറിയാതെ പീറ്റിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ ക്യൂവിനെ കാണുന്നതും അവളാകെ അന്തം വിടുവാണ്. എനിക്കിന്ന് ഈ റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ല, പകരം നമുക്ക് മറ്റൊരു റെസ്റ്റോറന്റിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവള് പീറ്റിനെ ക്യൂ കാണാതെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുവാണ്. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് അവൻ ചായയെ അവളുടെ റൂമിൽ കൊണ്ട് ചെന്നാക്കുന്നുണ്ട്. പോകാൻ നിൽക്കുമ്പോൾ നമുക്ക് നാളെ സോളിന് പുറത്തുള്ള ഏതെങ്കിലും സിറ്റിയിലേക്ക് പോയാലോ? ജേജു ഐലാൻഡിലേക്ക് പോകണമെന്ന് ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു, നമുക്ക് പോയാലോ എന്നൊക്കെ അവൾ പീറ്റിനോട് ചോദിക്കുന്നുണ്ട്. ക്യൂ ഇപ്പോൾ സോളിൽ ഉള്ളത് കൊണ്ടാണ് എവിടെയെങ്കിലും വെച്ച് പീറ്റ് അവളെ കണ്ടാലോ എന്ന് കരുതി ചായ അവനെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നത്. നിനക്കിതെന്തു പറ്റി? നീ ഇന്നാകെ വിചിത്രമായിട്ടാണല്ലോ പെരുമാറുന്നതെന്ന് പീറ്റ് അവളോട് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും, അത് നിനക്ക് വെറുതെ തോന്നുന്നതാണ്, നമുക്ക് പോയാലോ പ്ലീസ് എന്നൊക്കെ അവൾ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ പീറ്റ് അതിന് സമ്മതിക്കുവാണ്. റൂമിലെത്തിയ ഉടനെ ക്യൂ പാക്ക് ഫോൺ വിളിക്കുന്നുണ്ട്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുന്നതിനിടയിൽ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ കാത് നിൽക്കുന്നുണ്ടാകും. ക്രിസിനോട് അവൻ എവിടെയാണെന്ന് ചോദിച്ച് കാത് ഒരുപാട് വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും നോക്കുന്നു പോലുമില്ല. ആ ദേഷ്യത്തിൽ ഗാഥ ബോൾ എടുത്ത് എറിയുന്നതും അത് ബാസ്കറ്റിൽ തട്ടി നേരെ പായുടെ കയ്യിലേക്ക് വന്ന് വീഴുന്നതും അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ നിലത്തേക്ക് വീണ് 2 കഷ്ണമാകുവാണ്. ഗാഥ ഓടി വന്ന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല, നിനക്കിനിയും ഇത് യൂസ് ചെയ്യാം എന്നൊക്കെ അവളോട് പറയുന്നുണ്ട്. അപ്പോഴാണ് അവന്റെ ഫേസ് ശ്രദ്ധിക്കുന്നത്. നീ ആ പീറ്റിന്റെ ഫ്രണ്ട് അല്ലേ? നിങ്ങളുടെ ഗ്യാങ്ങിലുള്ളവർക്കെല്ലാം വഴിയിലൂടെ പോകുന്നവരുടെ നേരെ ബാസ്കറ്റ്ബോൾ എറിയലാണോ പണി എന്ന് ചോദിച്ച് അവൾ അവനോട് ദേഷ്യപ്പെടുവാണ്. ഞാൻ മനഃപൂർവ്വം എറിഞ്ഞതല്ല, അറിയാതെ സംഭവിച്ചതാണെന്നൊക്കെ പറഞ്ഞ് അവൻ സോറി പറയുന്നുണ്ടെങ്കിലും നിന്റെ ഈ സോറി കൊണ്ട് എന്റെ ഫോൺ പഴയതുപോലെയാകുമോ? നീ ഇനി ഒന്നും പറയണ്ട, മര്യാദയ്ക്ക് എനിക്ക് പുതിയൊരു ഫോൺ വാങ്ങി തന്നോ. എനിക്ക് സെക്കൻഡ് ഹാൻഡ് ഒന്നും പറ്റില്ല, ഒറിജിനൽ തന്നെ വേണം, മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സാലറി കിട്ടാൻ 2 ആഴ്ച കൂടി എടുക്കും, അത് കഴിഞ്ഞ് വാങ്ങിത്തരാമെന്നവൻ പറയുമ്പോൾ മനസ്സില്ലാ മനസ്സോടെ പാക്കത് സമ്മതിക്കേണ്ടി വരുവാണ്. അവിടെ നിന്ന് വിട്ടാൽ പീറ്റ് ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്യൂബിനെ പോലെ ഒരു പെൺകുട്ടി പോകുന്നത് അവൻ കാണുന്നുണ്ട്. പോയി നോക്കുമ്പോൾ ഒരു ബുക്കും പിടിച്ച് ക്യൂ അവിടെ നിൽക്കുന്നത് കാണുന്നതും അവനാകെ ഷോക്കാകുവാണ്. എന്നാൽ ക്യൂ പീറ്റിനെ കാണുന്നില്ല. പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. വീട്ടിലെത്തുന്നതും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. ഒരു സൈഡിൽ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം അവളെ കണ്ട സന്തോഷവുമുണ്ട്, എന്നാൽ മറ്റേ സൈഡിൽ അവളോടുള്ള വെറുപ്പുമുണ്ട്. അടുത്ത ദിവസം ചായ പീറ്റിന്റെ ഫ്ലാറ്റിൽ വന്ന് നോക്കുമ്പോൾ അവൻ അവിടെ ഉണ്ടാകില്ല. അവൾ ഫോൺ നോക്കുമ്പോഴാണ് പ്രൊഫസർ വിളിച്ചിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുവാണെന്ന്
നിന്നുള്ള അവന്റെ മെസ്സേജ് കാണുന്നത്. അത് കാണുന്നതും ചായ വേഗം പീറ്റിന്റെ അടുത്തേക്ക് പോകുവാണ്. കാരണം യൂണിവേഴ്സിറ്റിയിലാണല്ലോ ക്യൂ ഉള്ളത്. അവനിപ്പോൾ അങ്ങോട്ട് പോയാൽ പീറ്റ് അവളെ കാണുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവൾ വേഗം പീറ്റിന്റെ അടുത്തേക്ക് ഓടുന്നത്. ഇതേ സമയം യൂണിവേഴ്സിറ്റിയിലെ ടീച്ചേഴ്സ് ക്യൂവിനും മറ്റു കുട്ടികൾക്കും കോളേജ് മൊത്തം കാണിച്ചു കൊടുക്കുവാണ്. അതിനിടയിലാണ് പീറ്റ് അവിടേക്ക് കയറി വരുന്നത് ക്യൂ കാണുന്നത്. അവനെ കാണുന്നതും അവൾ ആകെ ഷോക്ക് ആകുന്നുണ്ട്. പീറ്റും അവളെ കണ്ട് അന്തം വിട്ട് നിൽക്കുവാണ്. അത് ക്യൂ ആണെന്ന് മനസ്സിലാകുന്നതും അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുവാണ്. ക്ലാസിന്റെ ഇടയിലായതുകൊണ്ട് അവന്റെ പുറകെ പോകാൻ ക്യൂവിനും കഴിയുന്നില്ല. പീറ്റ് പുറത്തേക്ക് വന്ന് നോക്കുമ്പോഴാണ് നോട്ടീസ് ബോർഡിൽ ക്യൂവിന്റെ ഫോട്ടോ അവൻ കാണുന്നത്. അതിൽ അവളുടെ പേരിന്റെ കൂടെ കൊടുത്തിരിക്കുന്ന വീട്ടുപേര് പീറ്റിന്റെ അച്ഛൻ്റെതായിരിക്കും. അപ്പോഴാണ് ക്യൂവിനെ അവന്റെ അച്ഛൻ അഡോപ്റ്റ് ചെയ്ത കാര്യം അവൻ മനസ്സിലാക്കുന്നത്. അത് കാണുന്നതും അവന്റെ ദേഷ്യം ഒന്നുകൂടി കൂടുവാണ്. അപ്പോഴേക്കും ചായ അവന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അവളെ കാണുന്നതും നിനക്ക് നേരത്തെ തന്നെ ഇതറിയാമായിരുന്നില്ല എന്ന് പീറ്റ് ചോദിക്കുന്നുണ്ടെങ്കിലും ചായ മിണ്ടാതെ നിൽക്കുവാണ്. പീറ്റ് ആ ദേഷ്യത്തിൽ നടന്നു പോകുമ്പോൾ നീ ആ പെണ്ണിനെ കാണേണ്ട എന്ന് കരുതിയാണ് ഞാൻ ഈ കാര്യം നിന്നോട് പറയാതിരുന്നതെന്നാണ് അവൾ അവനോട് പറയുന്നത്. എന്ന് വെച്ച് നീ എൻ്റെ അടുത്ത് നിന്ന് അത് മറച്ചു പിടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവളിവിടെ വന്നെന്നറിഞ്ഞാലും ഞാൻ അവളെ കാണാൻ പോകില്ല എന്നവൻ പറയുന്നതും പക്ഷെ നീ അവളെ മിസ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയതെന്നാണ് ചായ അവനോട് ഇതിന് മറുപടി പറയുന്നത്. ഞാനെന്തിനാ അവളെ മിസ് ചെയ്യുന്നത്? എനിക്ക് അവളോട് വെറുപ്പാണ്, വെറുപ്പ് മാത്രമാണുള്ളതെന്ന് പറഞ്ഞ് പീറ്റ് ചായയോട് ദേഷ്യപ്പെടുവാണ്. നീ തന്നെ ആലോചിച്ചു നോക്ക്, നിനക്ക് അവളോട് ശരിക്കും വെറുപ്പാണോ? വെറുപ്പാണെങ്കിൽ അവളിവിടെ വന്നത് നിന്നോട് പറയാതിരുന്നതിന് നീ എന്നോട് താങ്ക്സ് ആണ് പറയേണ്ടത്. പക്ഷെ നീ എന്നോടിപ്പോൾ ദേഷ്യപ്പെടുവാണ് ചെയ്യുന്നത്. അവളിവിടെ വന്നത് പറയാത്തത് കൊണ്ടാണോ ഈ ദേഷ്യം, അതോ നേരത്തെ തന്നെ അവളെ കാണാൻ പറ്റാത്ത സങ്കടമാണോ എന്ന് ചോദിച്ച് ചായയും അവനോട് തിരിച്ച് ദേഷ്യപ്പെടുവാണ്. എന്തായാലും നിനക്കെന്താ? എന്നു മുതലായി എൻ്റെ കാര്യത്തിൽ ഇടപെടാനുള്ള അവകാശം ഞാൻ നിനക്ക് തന്നത്? നമ്മൾ വെറും ഫ്രണ്ട്സ് മാത്രമാണ്. ആ കാര്യം നീ ഒരിക്കലും മറക്കേണ്ട. എൻ്റെ കാര്യത്തിൽ ഓവർ ഇടപെടുകയാണെങ്കിൽ നീ എൻ്റെ ഫ്രണ്ടാണെന്നുള്ള കാര്യം പോലും ഞാൻ നോക്കില്ല. അതുകൊണ്ട് നിന്റെ ലിമിറ്റ് നീ ക്രോസ് ചെയ്യാതിരിക്കുന്നതാണ് നിനക്ക് നല്ലതാണെന്ന് പറഞ്ഞ് പീറ്റ് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുന്നതും ചായ അവിടെ നിന്നുകൊണ്ട് കരയുവാണ്. അവൾ അപ്പോൾ തന്നെ ക്രിസിന് ഫോൺ ചെയ്യുന്നുണ്ട്. നീ എന്തിനാ കരയുന്നത്, എന്തു പറ്റിയെന്നൊക്കെ ക്രിസ് ചോദിക്കുമ്പോൾ പീറ്റിനോട് വായിക്കിട്ട കാര്യമൊക്കെ ചായ അവനോട് പറയുവാണ്. അപ്പോഴാണ് ചായക്ക് കുറച്ച് ദൂരെയായി ക്രിസ് നിൽക്കുന്നത് കാണിക്കുന്നത്. സോ അവനും കൊറിയയിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കാതയ്ക്ക് അവനെ ഫോൺ വിളിച്ചിട്ട് കിട്ടാതിരുന്നത്. ചായ പീറ്റിന്റെ ഫ്ലാറ്റിൽ എത്തിയത് മുതലേ ക്രിസ് അവളെ ഫോളോ ചെയ്യുന്നുണ്ടാകും. പീറ്റ് അവളോട് ദേഷ്യപ്പെട്ടതെല്ലാം അവനും കാണുന്നുണ്ട്. പീറ്റ് ഒറ്റയ്ക്കാകേണ്ട എന്ന് കരുതിയാണ് ഞാൻ അവനോടൊപ്പം ഇവിടേക്ക് വന്നത്. ഇപ്പോൾ എനിക്കാണ് ആകെ ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്നതെന്നാണ് ചായ അവനോട് പറയുന്നത്. നിനക്ക് ഞാനില്ലേ എന്നവൻ പറയുമ്പോൾ നീ ഇവിടെ ഇല്ലല്ലോ എന്നവൾ പറയുന്നത് കേൾക്കുന്നതും ക്രിസ് അവളുടെ അടുത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് പീറ്റ് ചായയുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നത്. എന്നിട്ട് അവളോട് സോറി പറയുന്നതും ചായ അവനെ കെട്ടിപ്പിടിക്കുവാണ്. ഇത് കാണുന്നതും ക്രിസ് ആകെ തകർന്നു പോകുന്നുണ്ട്. നിനക്കത് വിഷമമാകേണ്ട എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് അവൾ പീറ്റിനോട് പറയുന്നുണ്ട്. എനിക്കറിയാം എൻ്റെ നല്ലതിനല്ലാതെ നീ ഒന്നും ചെയ്യില്ലെന്ന്. നിന്നോടങ്ങനെ മോശമായി സംസാരിച്ചതിന് എന്നോട് ക്ഷമിക്കെന്ന് പറയുമ്പോൾ ചായ പീറ്റിനോട് ക്ഷമിക്കുവാണ്. അവളെ റൂമിലേക്ക് ആക്കി കൊടുക്കുമ്പോൾ ക്യൂവിനെ വീണ്ടും കണ്ടാൽ നീ എന്ത് ചെയ്യുമെന്ന് ചായ അവനോട് ചോദിക്കുന്നുണ്ട്. അവളെ ഇവിടെ വെച്ച് കാണാനാണ് വിധിയെങ്കിൽ അത് ഒഴിവാക്കാനാകില്ലല്ലോ എന്നാണ് പീറ്റ് അവളോട് പറയുന്നത്. അവൾ നിന്നെ കണ്ടാൽ നീ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നിന്റെ അച്ഛൻ അറിയില്ലേ എന്നവൾ ചോദിക്കുമ്പോൾ അറിഞ്ഞാലും എന്റെ ഇഷ്ടമില്ലാതെ എന്നെ ഇവിടുന്ന് വലിച്ചോണ്ട് കൊണ്ടുപോകാനൊന്നും പറ്റില്ലല്ലോ എന്നാണ് അവൻ ചായയോട് ഇതിന് മറുപടി പറയുന്നത്. വീട്ടിലെത്തുന്നതും പീറ്റ് ക്യൂ കൊടുത്ത് കർച്ചീപ്പെടുത്ത് അവളെ കണ്ടുമുട്ടിയതിനെ കുറിച്ചെല്ലാം ആലോചിച്ചോണ്ട് നിൽക്കുവാണ്. പീറ്റിന് ഇപ്പോഴും അവളെ ഇഷ്ടമായതുകൊണ്ടാണ് അവൻ അവളെ മറുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിറ്റേ ദിവസം ക്യൂ നടന്നു പോകുമ്പോൾ പീറ്റ് ബാസ്കറ്റ്ബോൾ കളിക്കുന്നത് അവള് കാണുന്നുണ്ട്. അവളെ കാണുന്നതും അവൻ കളി നിർത്തി പോകുവാണ്. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ക്യൂ അവനോട് നിൽക്കാൻ പറയുന്നുണ്ടെങ്കിലും എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് അവൻ പോകുവാണ്. ക്യൂ വിടാതെ അവന്റെ പിന്നാലെ തന്നെ പോകുന്നുണ്ടെങ്കിലും പീറ്റ് നിൽക്കാതെ ഓടുവാണ്. പെട്ടെന്ന് അവൻ നിൽക്കുന്നതും ക്യൂ അവന്റെ പുറകിൽ ചെന്ന് ഇടിച്ച് വീഴാൻ പോകുന്നതും പീറ്റ് അവളെ പിടിക്കുന്നുണ്ട്. അവൻ അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ ക്യൂ അവളെ വിടാൻ പറയുന്നുണ്ട്. പീറ്റ് അവളെ വരുന്നതും ക്യൂ നിലത്തേക്ക് വീഴുവാണ്. ക്യൂ വീണ്ടും പിന്നാലെ ചെന്ന് അവനോട് നിൽക്കാൻ പറയുമ്പോൾ എന്നോടിങ്ങനെ കൽപ്പിക്കാനും മാത്രം നീ ആരാ എന്നാണ് പീറ്റ് അവളോട് ചോദിക്കുന്നത്. ജീവിതകാലം മുഴുവനും ഇങ്ങനെ ഓടി ഒളിക്കാനാണോ നീ തീരുമാനിച്ചിരിക്കുന്നത്? അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുക.
കേൾക്ക്, എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ടെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും അവനൊന്നും പറയാതെ അവിടെ നിന്ന് പോകുവാണ്. അവൾ പീറ്റിന്റെ പിന്നാലെ ചെന്ന് നീ എന്നെക്കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുവാണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ പീറ്റ് അവിടെ നിൽക്കുന്നുണ്ട്. എന്തിനെക്കുറിച്ചാണ് ഞാൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നതെന്നാണ് അവൻ ക്യൂവിനോട് തിരിച്ചു ചോദിക്കുന്നത്. നിന്റെ അച്ഛൻ എന്നെ അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇത്തവണ നിനക്ക് പറയാൻ പുതിയ എന്ത് എക്സ്ക്യൂസ് ആണ് കിട്ടിയതെന്ന് പീറ്റ് അവളോട് പുച്ഛത്തോടെ ചോദിക്കുവാണ്. ഞാൻ എക്സ്ക്യൂസ് പറയാനല്ല വന്നത്, എനിക്ക് നീ എന്നെക്കുറിച്ച് തെറ്റായി വിചാരിക്കരുതെന്നേ ഉള്ളൂ. ഞാൻ ഒരിക്കലും നിന്റെ സ്ഥാനം തട്ടിയെടുക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. അതുപോലെ നിന്റെ അച്ഛൻ്റെ ഒരു തരം സ്വത്ത് പോലും എനിക്ക് വേണ്ട. നിന്നെ കാണാത്തതിലുള്ള സങ്കടത്തിലായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ കൂടുതൽ വേദനിപ്പിക്കാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ അഡോപ്ഷന് സമ്മതിച്ചതെന്ന് അവൾ പറയുന്നത് കേൾക്കുന്നതും ആ അവസരം നീ ശരിക്കും മുതലെടുത്തു, അതല്ലേ സത്യമെന്നാണ് പീറ്റ് അവളോട് ചോദിക്കുന്നത്. അദ്ദേഹത്തോടുള്ള കടപ്പാട് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എൻ്റെ അമ്മ മരിച്ചപ്പോൾ എനിക്കാരും ഇല്ലാതിരുന്ന സമയത്ത് എന്നെ സഹായിച്ചത് നിന്റെ അച്ഛനാണ്. അദ്ദേഹത്തെ വിഷമിപ്പിക്കരുതെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഞാനിനി എന്തു ചെയ്താലും ഞാൻ ഒരിക്കലും നിനക്ക് പകരമാകില്ല. അതെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക്. അച്ഛൻ രാപ്പകലെന്നില്ലാതെ നിന്നെയും കാത്തിരിക്കുവാണ്. ദയവ് ചെയ്ത് വീട്ടിലേക്ക് പോ. ഞാൻ നിനക്ക് വാക്ക് തരുന്നു, നീ വീട്ടിലെത്തിയാൽ നിന്റെ ജീവിതം പഴയതുപോലെ ആയിരിക്കും. എല്ലാം നിന്റേത് മാത്രമായിരിക്കുമെന്നൊക്കെ ക്യൂ പറയുന്നുണ്ടെങ്കിലും നീ പറയുന്നത് ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാണ് പീറ്റ് അവളോട് പറയുന്നത്. എൻ്റെ മുഖം കണ്ടിട്ട് ഞാൻ പറഞ്ഞതെല്ലാം നുണയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നവൾ ചോദിക്കുമ്പോൾ പീറ്റ് ഒന്നും മിണ്ടുന്നില്ല. എൻ്റെ അമ്മ മരിക്കാൻ ഒരു കാരണം ഞാനാണ്. എന്നിട്ടും നിനക്കെന്നോട് ദേഷ്യമില്ല എന്ന് പീറ്റ് ക്യൂവിനോട് ചോദിക്കുന്നുണ്ട്. ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? അതെൻ്റെ അമ്മയെ തിരിച്ചു തരില്ലല്ലോ. പകരം ജീവിച്ചിരിക്കുന്നവരെ കുറച്ചുകൂടി വേദനിപ്പിക്കുകയുള്ളൂ. എനിക്കാരെയും വേദനിപ്പിക്കണമെന്നില്ല എന്നാണ് ക്യൂ ഇതിനവനോട് മറുപടി പറയുന്നത്. പക്ഷെ നിന്റെ അമ്മ എൻ്റെ കുടുംബത്തോട് ചെയ്തതൊന്നും എൻ്റെ മനസ്സിൽ നിന്നും പോകുന്നില്ല. അതെന്നെ ഇപ്പോഴും വേദനിപ്പിക്കുന്നുണ്ടെന്നവൻ പറയുമ്പോൾ എൻ്റെ അമ്മ ഒരിക്കലും നീ ഉദ്ദേശിക്കുന്നത് പോലെ ഒരാളല്ല. മറ്റൊരാളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും അവർ ചെയ്യില്ല എന്നൊക്കെ ക്യൂ പറയുന്നുണ്ടെങ്കിലും പീറ്റ് അവൾ പറയുന്നതൊന്നും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. ഈ സമയം ചായ പീറ്റിനെ അന്വേഷിച്ച് നടക്കുവാണ്. ക്യൂ പീറ്റിന്റെ കൈ പിടിച്ച് അവനോട് വീട്ടിലേക്ക് വരാൻ പറയുന്നുണ്ടെങ്കിലും വരില്ല എന്ന് തന്നെയാണ് അവൻ അപ്പോഴും പറയുന്നത്. ഇത് കേൾക്കുന്നതും ക്യൂ ദേഷ്യത്തിൽ അവന്റെ കൈ വീടുവാണ്. എന്നാൽ നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോ, ഞാൻ ഇനിയൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ ഇരിക്കുവാണ്. അവളുടെ സംസാരം കേൾക്കുമ്പോൾ പീറ്റിന് ചിരിയൊക്കെ വരുന്നുണ്ട്. അവൻ ക്യൂവിന്റെ അടുത്തിരുന്ന് അവളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുവാണ്. എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ നീ എത്ര ദിവസം കൊറിയയിൽ ഉണ്ടാകുമെന്നാണ് പീറ്റ് അവളോട് തിരിച്ചു ചോദിക്കുന്നത്. എന്നിട്ട് അവളെയും കൂട്ടി ഫുഡ് കഴിക്കാൻ പോകുവാണ്. അവൻ കഴിക്കാൻ നിൽക്കുന്നതും ക്യൂ അവന്റെ കയ്യിൽ നിന്നും ചോപ്സ്റ്റിക്ക് പിടിച്ച് വാങ്ങുന്നുണ്ട്. ഞാൻ എത്ര ദിവസം എവിടെ ഉണ്ടാകുമെന്ന് നീ എന്തിനാ ചോദിച്ചതെന്ന് അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും പീറ്റ് അത് പറയാതെ ചോപ്സ്റ്റിക്ക് അവളുടെ കയ്യിൽ നിന്നും കട്ടിപ്പിടിച്ച് വാങ്ങുവാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിനക്കൊരു ചാൻസ് തരാം. നീ തിരിച്ചു പോകുന്നതിന് മുമ്പ് നിനക്കെന്റെ മനസ്സ് മാറ്റാൻ കഴിഞ്ഞാൽ ഞാൻ തിരികെ വീട്ടിലേക്ക് വരാം. എന്താ നിന്നെ കൊണ്ട് അതിന് കഴിയുമോ? ഇല്ല എന്നാണെങ്കിൽ ഈ ഫുഡും കഴിച്ച് വീട്ടിലേക്ക് പോകാൻ നോക്ക് എന്ന് പീറ്റ് പറയുന്നതും ക്യൂവിനെ കൊണ്ട് അതിന് കഴിയുമെന്ന് അവൾ അവനെ വെല്ലുവിളിക്കുവാണ്. അവര് ഫുഡ് കഴിക്കുന്നതിനിടയിൽ ചായ പീറ്റിനെ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ അറ്റൻഡ് ചെയ്യുന്നില്ല. എന്നാൽ പീറ്റും ക്യൂവും ഹാപ്പിയായി ഭക്ഷണം കഴിക്കുന്നത് ചായ കാണുന്നുണ്ട്. അത് കാണുന്നതും അവൾക്കാകെ വിഷമമാകുവാണ്. ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകുമ്പോൾ അച്ഛൻ മര്യാദയ്ക്ക് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, എപ്പോഴും നിന്റെ ഫോട്ടോയും നോക്കി ഇരിക്കുവാണെന്നൊക്കെ ക്യൂ പറയുന്നുണ്ടെങ്കിലും പീറ്റ് അതൊന്നും കേട്ടതായി പോലും ഭാവിക്കുന്നില്ല. ഞാൻ പറയുന്നത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ എന്ന് അവൾ ചോദിക്കുമ്പോൾ പീറ്റ് ക്യൂവിന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ ഫോൺ എടുത്ത് അവളുടെ ഫോട്ടോ എടുക്കുവാണ്. അത് ഡിലീറ്റ് ആക്കാൻ പറഞ്ഞ് അവൾ ഫോൺ വാങ്ങാൻ നിൽക്കുന്നുണ്ടെങ്കിലും പീറ്റ് അത് കൊടുക്കുന്നില്ല. അതിനിടയിൽ അറിയാതെ ക്യൂ പീറ്റിന്റെ ദേഹത്തേക്ക് വീഴുവാണ്. പീറ്റ് അവളെ തന്നെ നോക്കി നിൽക്കുമ്പോൾ ആ ഗ്യാപ്പിൽ ക്യൂ ഫോൺ അവന്റെ കയ്യിൽ നിന്നും വാങ്ങുവാണ്. പീറ്റ് അപ്പോഴും ചിരിച്ചോണ്ട് നിൽക്കുവാണ്. ഫോട്ടോ നോക്കുമ്പോൾ അതൊരു അടിപൊളി ഫോട്ടോ ആയിരിക്കും. അവളത് ഡിലീറ്റ് ആക്കാൻ നിൽക്കുന്നതും ഞാൻ തന്നെ ഡിലീറ്റ് ആക്കിയേക്കാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ പിടിച്ച് വാങ്ങുവാണ്. പക്ഷെ അവന്റെ പോക്ക് കണ്ടാലേ അറിയാം അവനത് ഡിലീറ്റ് ആക്കാൻ പോകുന്നില്ല എന്ന്. നീ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല എന്ന് ക്യൂ വീണ്ടും അവനോട് ചോദിക്കുന്നുണ്ടെങ്കിലും പീറ്റ് ദേഷ്യത്തിൽ അവൾ നോക്കുവാണ്. അത് കാണുന്നതും അവൾ പിന്നെയൊന്നും പറയുന്നില്ല. ആ ഷോപ്പിലെ ഒരു വിൻചിം കാണുന്നതും ക്യൂവിനത് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അവളത് പീറ്റിനെ കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും അവനത് മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോകുവാണ്. ഒരുപാട് മേപ്പിൾ മരങ്ങളെല്ലാം ഉള്ള ഒരു സ്ഥലത്തേക്കാണ് അവൾ അടുത്തത് പോകുന്നത്. ക്യൂവിന് ആ സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്.
അവിടെ വെച്ച് അവൾ പീറ്റിന്റെ കൂടെ സെൽഫി എടുക്കുവാണ്. നിന്റെ അമ്മയെ കഷ്ടപ്പെടുത്തിയതിന് ഞാനിപ്പോൾ സോറി പറഞ്ഞാൽ നീ അത് സ്വീകരിക്കുമോ എന്ന് പീറ്റ് ക്യൂവിനോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവളൊന്നും മിണ്ടുന്നില്ല. പെട്ടെന്ന് പീറ്റ് അവളെ കിസ് ചെയ്യുന്നതും ക്യൂ അന്തം വിട്ട് അവനെ തന്നെ നോക്കി നിൽക്കുവാണ്. എന്നിട്ട് അവളോട് ഒരു സോറിയും പറയുന്നുണ്ട്. കിസ് ചെയ്തതിനാണ് സോറി പറയുന്നതെന്ന് ക്യൂ വിചാരിക്കേണ്ട എന്ന് കരുതി നിന്റെ അമ്മയുടെ കാര്യത്തിനാണ് ഞാൻ സോറി പറഞ്ഞത്, മറ്റൊന്നിനുമല്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നതും ക്യൂവിന് ചെറുതായിട്ട് നാണമൊക്കെ വരുന്നുണ്ട്. അവര് ബയോളജിക്കലി ബ്രദർ ആൻഡ് സിസ്റ്റർ ആണെന്നുള്ള കാര്യം അവർക്കറിയില്ലല്ലോ. അച്ഛനാണെങ്കിൽ അവരോടത് പറഞ്ഞിട്ടുമില്ല. അവിടുന്ന് വിട്ട പീറ്റ് ക്യൂവിന് കോഫി കൊണ്ടുവന്ന് കൊടുക്കുവാണ്. പക്ഷെ അവര് രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്. പെട്ടെന്ന് പീറ്റ് എഴുന്നേറ്റ് പോയി ബാസ്കറ്റ് ബോള് ക്യൂവിന്റെ മടിയിലേക്ക് എറിയുവാണ്. അവളത് കറക്റ്റ് ക്യാച്ച് ചെയ്യുമ്പോൾ നിന്റെ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ആയല്ലോ, എന്നാൽ ഒരു കളി കളിച്ചാലോ എന്നവൻ ചോദിക്കുമ്പോൾ ക്യൂ സമ്മതിക്കുവാണ്. അങ്ങനെ അവര് ഭയങ്കര ഹാപ്പി ആയിട്ട് ബാസ്കറ്റ് ബോൾ കളിക്കുവാണ്. ഇത് ക്രിസ് കാണുന്നുണ്ട്. ചായ ഇപ്പോൾ ആകെ വിഷമിച്ചിരിക്കുവാണെന്ന് അവനത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുവാണ്. കുറച്ചു സമയം ബാസ്കറ്റ് ബോൾ കളിച്ച് പീറ്റും ക്യൂവും തിരികെ റൂമിലേക്ക് തന്നെ പോകുവാണ്. ക്യൂവിനെ ഫ്ലാറ്റിലാക്കി അവൻ പോകാൻ നിൽക്കുന്നതും ക്യൂ അവനെ തടഞ്ഞു നിർത്തുന്നത് കാണുന്നതും പീറ്റിന്റെ കാര്യം മനസ്സിലാകുന്നുണ്ട്. നീ എന്നെ ഇങ്ങനെ പോയിസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം മുതലേ ഞാൻ തിരിച്ചു പോകാൻ വിചാരിച്ചിട്ടില്ല. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആ തീരുമാനം മാറ്റാൻ പോകുന്നില്ല എന്നാണ് പീറ്റ് അവളോട് പറയുന്നത്. പിന്നെ ഞാൻ നിന്റെ മനസ്സ് മാറ്റുവാണെങ്കിൽ തിരിച്ചു പോകാമെന്ന് നീ പറഞ്ഞത് എന്തിനാണെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞത് നിന്നെ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് നോക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ എനിക്ക് നിന്നെ വിശ്വാസമാണ്. പക്ഷെ എന്റെയും എന്റെ അച്ഛന്റെയും ഇടയിലുള്ള പ്രശ്നം അത് നീ കരുതുന്നത് പോലെ അത്ര പെട്ടെന്നൊന്നും ഇല്ലാതാകാൻ പോകുന്നില്ല എന്ന് പീറ്റ് പറയുന്നത് കേൾക്കുന്നതും നിനക്കെന്നാൽ ഇപ്പോൾ തന്നെ അത് പറഞ്ഞ് പരിഹരിച്ചൂടെ എന്നാണ് ക്യൂ അവനോട് ചോദിക്കുന്നത്. ഇപ്പോൾ എനിക്ക് എന്തായാലും തിരിച്ചു വരാൻ കഴിയില്ല, ഞാനിവിടെ പഠിക്കാൻ തുടങ്ങിയിട്ടേയുള്ളൂ എന്നാണ് അവൻ ക്യൂവിനോട് പറയുന്നത്. എന്നാൽ നീ ഇവിടെയുണ്ടെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞോട്ടെ എന്ന് അവൾ ചോദിക്കുമ്പോൾ വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് മാത്രം നീ അച്ഛനോട് പറഞ്ഞാൽ മതി. സമയമാകുമ്പോൾ ഞാൻ തിരിച്ചു വരും. അതുവരെ എന്നെ കുറിച്ച് അന്വേഷിക്കണ്ട എന്ന് പറഞ്ഞേക്ക് എന്നവൻ പറയുമ്പോൾ മനസ്സില്ലാ മനസ്സോടെ ക്യൂ ഓക്കെ പറയുവാണ്. പോകാൻ ലിഫ്റ്റിൽ കയറുന്നതും പീറ്റ് അവന്റെ ബാഗിൽ നിന്നും ഒരു ബോക്സ് എടുത്ത് ക്യൂവിന് കൊടുക്കുന്നുണ്ട്. ഇതെനിക്കുള്ളതാണോ എന്നവൾ ചോദിക്കുമ്പോൾ പീറ്റ് ഒന്നും പറയാതെ വേഗം ലിഫ്റ്റ് ക്ലോസ് ചെയ്യുവാണ്. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുവാണ്.